മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ഡിസംബർ 5-ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബി.ജെ.പി കോർ കമ്മിറ്റിയിലാണ് അന്തിമ തീരുമാനം. ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് ഗവർണറെ വൈകിട്ട് കാണുമെന്ന് ബി.ജെ.പി നേതാവ് സുധീർ മുങ്കന്തിവാർ പറഞ്ഞു. പ്രേംലാൽ ചേരുന്നു. പ്രേംലാൽ, എങ്ങനെയാണ് ഏക്നാഥ് ഷിൻഡെയെ ഇവർ സമവായത്തിലെത്തിയത്? ഷമി, ഇന്ന് മുംബൈയിൽ നടന്ന ബി.ജെ.പിയുടെ പ്രധാന യോഗത്തിലാണ് തീരുമാനം. ദേവേന്ദ്ര ഫട്നാവിസിനെ ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. ഈ നീക്കം ഫട്നാവിസിനെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ഒരു പടി കൂടി അടുപ്പിച്ചിരിക്കുകയാണ്. നിർമ്മല സീതാരാമൻ അടക്കമുള്ള കേന്ദ്ര നിരീക്ഷണ സംഘത്തിന്റെ പങ്കെടുത്ത ഒരു യോഗത്തിലായിരുന്നു തീരുമാനം. മഹാരാഷ്ട്ര നിയമസഭ കക്ഷി യോഗത്തിന്റെ കേന്ദ്ര നിരീക്ഷകരായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെയും ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയെയും പാർട്ടി നേരത്തെ നിയമിച്ചിരുന്നു. അവരായിരുന്നു യോഗത്തിൽ പങ്കെടുത്തത്. ഇതിനുശേഷമായിരുന്നു തീരുമാനം. പാർട്ടി ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് അന്തിമമാക്കിയതായി മുതിർന്ന ബി.ജെ.പി നേതാവും അവകാശപ്പെട്ടു. ഡിസംബർ 5-ന്, അതായത് നാളെ, മുംബൈയിലെ ആസാദ് മൈതാനിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് നേതാക്കളുടെയും സാന്നിധ്യത്തിൽ പുതിയ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി.ജെ.പി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതിനോട് അടുത്തിടെ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് 258 നിയമസഭാ സീറ്റുകളിൽ 230-ലും മഹായുതി സഖ്യം വിജയിച്ചിരുന്നു. ബി.ജെ.പി 132 സീറ്റിലാണ് ലീഡ് ചെയ്തത്. മുഖ്യമന്ത്രിയാകാൻ രണ്ടാമതൊരു അവസരം ലഭിക്കാത്തതിനുള്ള അതൃപ്തി കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ജന്മനാടായ സത്താറയിലേക്ക് മടങ്ങി പ്രകടമാക്കിയിരുന്നു. എന്നാൽ നിലപാടിന് ശിവസേന നേതാക്കളിൽ നിന്നും എം.എൽ.എമാരിൽ നിന്നും പിന്തുണ കുറഞ്ഞതോടെയാണ് ഷിൻഡെയും ബി.ജെ.പിക്ക് വഴങ്ങി മന്ത്രിസഭയുടെ ഭാഗമാകാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ട് മുഖ്യമന്ത്രിമാരായിട്ട് പഴയ ഫോർമുലയിൽ തന്നെ നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഷമ്മി. പ്രേംലാലാണ് വിവരങ്ങൾ നൽകിയത്.